അയണിമൂട്ടിലേക്ക് ആംബുലൻസ് വന്നതും കൂട്ട നിലവിളിയായിരുന്നു. മച്ചാനെ അളിയ, നീ പോയോടാ. അവർക്കെല്ലാം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ശിവസൂര്യയെ. +2 എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് നേടിയ ആളായിരുന്നു ശിവസൂര്യ. ടർഫിലും ഗ്രൗണ്ടിലും കളിക്കാൻ പോയി മടങ്ങി വരുന്നവർ അങ്ങിങ്ങായി സംഘം ചേർന്ന് ഇവിടെയൊക്കെ നിൽക്കാറുള്ളത് പതിവാണ്. കൂട്ടത്തിൽ ചില്ലറ അടിപിടികളും വഴക്കുകളും അവരൊക്കെ ഉണ്ടാക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വഴക്കും ബഹളങ്ങളും നാട്ടുകാർ അത്ര കാര്യമായി എടുത്തില്ല. ഇന്നലെ വൈകുന്നേരം 6:30 ബാലരാമപുരം വെടിവച്ചാൻ കോവിൽ പുന്നമൂട് റോഡിലുള്ള ഒരു ടെക്സ്റ്റൈൽസ് കടയുടെ മുമ്പിൽ ചില സംഘങ്ങൾ എത്തി. അവർ അവിടെ നിന്ന് ചില പദ്ധതികൾ ഒരുക്കി. അവർ ഒരാളെ കാത്തുനിന്നു. ശിവസൂര്യ എന്ന ആ ഒരു കൗമാരക്കാരൻ. അയാൾ അവിടെ എത്തിയതും ചില തയ്യാറെടുപ്പുകളോടെ ആയിരുന്നു എന്ന് മറ്റു ചിലർ പറയുന്നു. ശിവസൂര്യയും ഈ സംഘവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അടിയുമൊക്കെയായി. ഇടികട്ട പോലുള്ള ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചതായും ചില സൂചനകളുണ്ട്. വെടിവച്ചാൻ കോവിലിലെ അയണിമൂട്ടിലെ വൈകുണ്ഠം വീട്ടിൽ ഇടയ്ക്കിടെ ബോധം വരുമ്പോഴൊക്കെയും ആ അമ്മ മോനെ വിളിച്ച് കരയുന്നു. അച്ഛൻ സുരേഷിനും എല്ലാവർക്കും എന്ന പോലെ വലിയ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനെ നഷ്ടമായതിന്റെ തീരാവേദനയാണ്. അതും തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് സഹിക്കുക? ഇന്നലെ സന്ധ്യയോടെ വീട്ടിൽ നിന്ന് പോയ മകൻ തിരിച്ചെത്തുമ്പോൾ വിളമ്പാനുള്ള ആഹാരവും തയ്യാറാക്കി ആ അമ്മ കാത്തിരിക്കുകയായിരുന്നു. 8:30 ഇടുത്തി പോലെ ആ വാർത്ത കേട്ടു. അപ്പോഴും റോഡരികിൽ ചിലർ തമ്മിലടി കൂടിയെന്നും മോൻ വീണ് അടുത്ത ഒരു ഗ്ലാസ് കട പൊട്ടിയെന്നും മറ്റുമുള്ള അവ്യക്തമായ ചില വാർത്തകളായിരുന്നു അവരറിഞ്ഞതൊക്കെ. പയ്യെ സോഷ്യൽ മീഡിയയിൽ ആ വിഷ്വൽസ് പ്രചരിച്ചു. ഒപ്പം സ്ഥിരീകരിച്ച ആ വാർത്തയും വന്നു. ദീർഘകാലത്തെ പക, അതും കളിക്കളത്തിൽ തുടങ്ങിയ ചില തർക്കങ്ങൾ, വെല്ലുവിളികൾ, ഒടുവിൽ ജീവൻ എടുത്തു പോകുന്ന രീതിയിലുള്ള കുട്ടികളുടെ വാശി. ഇവിടെ വെച്ചായിരുന്നു അവരുടെ ആ ഒരു പരസ്പര വൈരാഗ്യത്തിന്റെ ഒരു വേദി ഒരുങ്ങുന്നത്. ഇവിടെ ധാരാളം ആൾക്കാർ നോക്കി നിൽക്കുന്നത് ആ വിഷ്വൽസിൽ കാണാമായിരുന്നു. അവരാരും തന്നെ ഈ കുട്ടികളുടെ അടുത്തേക്ക് വരികയോ പിടിച്ചു മാറ്റുകയോ ചെയ്തില്ല. പൊട്ടിയതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ആ കടയിൽ കാണാം. ബാക്കി വലിയ വലിയ ചീളുകളായി താഴെ കിടപ്പുണ്ട്. സാധാരണ രീതിയിൽ ടഫൻ ഗ്ലാസ് ആണ് ഇടാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര തരി പോലെ വീഴുകയാണ് പതിവ്. ഇതങ്ങനെയല്ല, ചില്ലായി വീണു. ആ ചില്ലിലേക്കായിരുന്നു ഈ ശിവസൂര്യ എന്ന് പറയുന്ന യുവാവ് വീഴുന്നതും വാരിയലിലൂടെ ഈ ചില്ലുകൾ തറച്ചു കയറുന്നതും. എന്തുകൊണ്ടാണ് മിക്കപ്പോഴും ഒരു സമൂഹം കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്നത് എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതിൽ 1-2 പേർ പകർത്തിയ വിഷ്വൽസ് ആയിരുന്നു ഇന്നലെ മുതൽ വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. അതിൽ കാണുന്ന കാഴ്ച ബൈക്കിൽ കയറ്റിക്കൊണ്ട് ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഫോറൻസിക് സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഈ സ്ഥലത്തേക്ക് ഇവിടം വരെ ശിവസൂര്യ ആ കടയുടെ ഉള്ളിൽ നിന്ന് നടന്നെത്തി. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബോർഡിന്റെ അടിയിൽ നിറയെ രക്തമാണ്. അല്പനേരം കഴിഞ്ഞ് ഫോറൻസിക് സംഘം ഇവിടെ എത്തി ആ ഫ്ലെക്സൊക്കെ മാറ്റുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയം തകർന്നു പോകുന്ന ഒന്നായിരുന്നു. അത്രമേൽ മാരകമായി ശിവസൂര്യയ്ക്ക് മുറിവേറ്റിരിക്കുന്നു. അത് ഏത് രീതിയിലാണെന്നുള്ള കാര്യമൊക്കെ പോലീസ് ചോദിച്ചറിയേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണോ അവർ തങ്ങളിൽ മർദ്ദനമുറകൾ പ്രയോഗിച്ചതെന്നറിയേണ്ടതുണ്ട്. അതോ ഈ ഗ്ലാസ് ചീളുകൾ കുത്തിക്കേറിയിട്ടുണ്ടായ മുറിവാണോ എന്നൊക്കെ. ഇവിടെ കുട്ടികളുടെ തമാശ കളികളാണ്, കുട്ടികളുടെ ചില്ലറ വഴക്കുകളാണ് ഇത്രയും വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറുന്നതും ജീവൻ അപഹരിച്ചു പോകുന്നതുമൊക്കെ. ഇത് വിരളമായ ഒരു വാർത്തയല്ല, ഇപ്പോൾ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള ഇമോഷണൽ സൈഡിലേക്ക് എങ്ങനെ അവർക്ക് മാറാൻ കഴിയുന്നു? അത് പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഓരോ സാഹചര്യത്തിലും നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്ന ഗൗരവത്തിലല്ല സാധാരണ നമ്മളിവിടെ ഉണ്ടാവുക. ആ കൂട്ടത്തിൽ ഒരാളായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുമ്പോൾ ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും വേദന നമ്മുടെ വേദനയായിട്ട് മാറുകയാണ്. ഈ ആംബുലൻസ് വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഡോറ് തുറക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നത് കണ്ടു. അവരൊക്കെ കരയുകയാണ്. ആൺകുട്ടികളൊക്കെ നിലവിളിച്ച് കരയുകയാണ്. അത്രമാത്രം ഇമ്പോർട്ടൻസ് അവരുടെ കൂട്ടത്തിൽ ഈ ശിവസൂര്യ എന്ന കൗമാരക്കാരന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്ര ജനപ്രീതി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു ഹീറോയിസം ഉള്ളത് കൊണ്ടാവണം മറുവശത്ത്
ഒരു കൂട്ടം ശത്രുക്കൾ ഉണ്ടായത്. ഇപ്പം ഈ ഭൗതിക ശരീരത്തെ ആ ഇടവഴിയിലൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബന്ധുക്കളല്ല, കൂട്ടുകാർ തന്നെയാണ് ആ ബോഡിയെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുന്നത്. ആ കുട്ടികളൊക്കെ അവിടെ നിന്ന് എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരൊന്നും നമുക്കൊരു ബൈറ്റ് സാറ്റൊന്നും തരാനുള്ള മാനസികാവസ്ഥയിലല്ല, നമ്മളത് ചോദിച്ചതുമില്ല. പിള്ളേരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഏകദേശം 250 മീറ്ററോളം വരും റോഡിൽ നിന്ന് ആ വീട്ടിലേക്ക് എത്താൻ. അവിടെയൊക്കെ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറയുകയാണ്. ആർക്കും ഇനി ആ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. ഈ പിന്നാലെ വരുന്നവരെല്ലാം ഈ വഴിയിൽ നിൽക്കേണ്ട അവസ്ഥ വരും. കാരണം ആ വീട്ടിൽ അല്ലാതെ തന്നെ ധാരാളം ആൾക്കാർ ഉണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഈ ആക്രമിച്ച പിള്ളേർക്കും ഒരുപക്ഷെ നിശ്ചയം ഉണ്ടാവണമെന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ചെയ്തതാവാൻ വഴിയില്ല എന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ ഒരു ഊഹം. അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടായതും ആ ബഹളത്തിൽ അവരുടെ ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിച്ചതും ഒക്കെയാണ് ചില ആൾക്കാർ കാണുന്നത്. അതിൽ ആര് ആണ് ശരി ആരാണ് തെറ്റെന്ന് പറയാൻ കഴിയില്ല. ബഹളം വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ഭാഷാ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളിന് പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലുള്ള ചേഷ്ടകളോ സംസാരമൊക്കെ എല്ലായിടത്തും ഉണ്ടാവാറില്ലേ. അതുകൊണ്ട് തന്നെ ഇത്തരം ബഹളങ്ങൾ, ആ സാഹചര്യങ്ങൾ ആദ്യമേ കണ്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഓരോരുത്തരും വിട്ടുകൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ പരിസമാപ്തിയാണ് ഇതുപോലെ കഴുത്തിൽ പിടിച്ചൊക്കെ പിന്നിലോട്ട് തള്ളുന്നതും അത് മലർന്നു വീണിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതും. ഇതേ സാഹചര്യത്തിൽ ഒരാളിനെ തള്ളിയിട്ട് കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാളുടെ അനുഭവം ഈ ഇടയ്ക്ക് പറയുകയുണ്ടായി. സ്വയരക്ഷയ്ക്ക് വേണ്ടി തള്ളിയതാണ്, അല്ലാതെ കൊല്ലാൻ വേണ്ടി തള്ളിയതല്ല. പക്ഷെ മലർന്നു വീണ രണ്ടാമൻ തലയടിച്ച് കല്ലിൽ വീഴുകയാൽ മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ജീവിതം മൊത്തത്തിലെ സൂക്ഷിക്കേണ്ട ഒന്നാണ്.